നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കോടാലിയിൽ പാമ്പുകടിയേറ്റ സഹോദരങ്ങളുടെ വീട്ടിൽ വനം വകുപ്പിന്റെ സർപ്പ ടീം പരിശോധന നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിൽ LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. തൃശൂർ മുട്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കരാറുകാരൻ സതീശൻ മരിച്ചു. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. വാർത്തകൾ വിശദമായി. കോടാലിയിൽ പാമ്പുകടിയേറ്റ സഹോദരങ്ങളുടെ വീട്ടിൽ വനംവകുപ്പിന്റെ സർപ്പ ടീം പരിശോധന നടത്തി. വീടിന്റെ തറയുടെ ഭാഗം പൊളിച്ചു നടത്തിയ പരിശോധനയിൽ പാമ്പിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി പാമ്പിനെ കണ്ടതിനെ തുടർന്നാണ് പരിശോധനകൾ ശക്തമാക്കിയത്. ബാത്റൂമിന്റെ പൈപ്പിലൂടെ പാമ്പ് കയറുന്നുവെന്ന സംശയമുണ്ടായിരുന്നു. ബാത്റൂമിലെ സംശയിക്കുന്ന ഭാഗങ്ങൾ സീൽ ചെയ്യാൻ തീരുമാനിച്ചു. വീടിനും പരിസര പ്രദേശങ്ങൾക്കും വനംവകുപ്പിന്റെ തുടർ നിരീക്ഷണം തുടരും. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അനോഷിനെ വീട്ടിലേക്ക് കൊണ്ടുവരില്ലെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഭാഗ്യം പരീക്ഷിക്കാനില്ല. വീടിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. പിതാവ് സിൽജോയും മാതാവ് ജോൺസിയും വേദനയോടെ പ്രതികരിച്ചു. ഇവിടെ കൊണ്ടുവരാൻ കാര്യം എനിക്ക് വലിയ ഇതില്ല. എന്ന് വെച്ചാൽ ഇനിയും നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഭരണത്തിന് കൂടി അതന്നെ ജീവിതം കിട്ടില്ല എന്നുള്ള ഇതിലെ ഞങ്ങളെ കൊണ്ടുപോയത്. അതിന് എനിക്കായി വന്നത് ഇവിടെ വേറെ എവിടേക്ക് മാറിയാലും കുറച്ചാളത്തേക്ക് എന്തായാലും ഇവിടെ അവനെ കൊണ്ട് നിർത്താൻ ശേഷം അവനെ കൊണ്ടുവരുള്ളൂ. ഇന്നലെയും വീട്ടിൽ നിന്ന് 2 പാമ്പിനെ കൂടി കണ്ടെത്തി. ശുചിമുറിയിൽ നിന്നാണ് പിടികൂടിയത്. ഇതോടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5ആയി. ഇവ എല്ലാം ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ്. പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിക്കുകയും മറ്റൊരു കുട്ടി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. വനംവകുപ്പ് വീടിന് ചുറ്റും തീയിട്ടും പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 19-നാണ് അനൂഷിനും ആൽജോയ്ക്കും കിടപ്പുമുറിയിൽ ഉറങ്ങുന്നതിനിടെ പാമ്പുകടി ഏൽക്കുന്നത്. ആദ്യം വയറുവേദനയും തളർച്ചയും അനുഭവപ്പെട്ട കുട്ടികളെ ഭക്ഷ്യവിഷബാധയാണെന്ന് കരുതി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് പാമ്പുകടിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയ ശേഷം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു. തുടർന്നുള്ള സംഭവ വികാസങ്ങൾ പ്രദേശവാസികളെയും കുടുംബത്തെയും വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കെടുകാര്യസ്ഥതയും ജനദ്രോഹ നടപടികളെയും ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാസങ്ങളായി പഞ്ചായത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശരിയായ പരിഹാരം കാണാൻ ഭരണ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നും വാർദ്ധക്യ, വിധവ, വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് സമയബന്ധിതമായി ഭരണസമിതിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടാത്തതിനാൽ 120-ൽ പരം ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണെന്നും തെരുവു വിളക്കുകൾ മെയിന്റനൻസ് നടത്തുന്ന കരാറുകാരനെ പിരിച്ചുവിടുകയും പുതിയ ആളെ നിയമിക്കുകയും ചെയ്യാത്ത നടപടികൾ ആരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ LDF മറ്റത്തൂർ പഞ്ചായത്ത് കൺവീനർ PK കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ DC ബിജു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR ഔസേബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി KR, CPIM ആക്ടിംഗ് ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത്, വാർഡ് മെമ്പർ KR ശശികുമാർ എന്നിവർ സംസാരിച്ചു. ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷം കിട്ടിയ കക്ഷിയാണ് സ്വാഭാവികമായി അധികാരത്തിൽ വരേണ്ടത്. അങ്ങനെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസും BJPയും ഒന്നായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭരണാധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന
ഒരു നെറികെട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ ജനങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. വേനൽക്കാലമായി വന്നപ്പോൾ നിലവിലുള്ള പദ്ധതികളിൽ നിന്ന് മാത്രം വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത, ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത സാഹചര്യം നമ്മുടെ പഞ്ചായത്തുകാരായിട്ടുള്ള മറ്റത്തൂരിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നടപടിയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ കുടിവെള്ള പ്രശ്നം, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ മുൻ ഭരണസമിതികളൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി അവിടെ ഒന്നൊരു കുടിവെള്ള കൊടകര അഴകം ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് തെളിയിച്ച് അഗ്നി പകർന്നു. പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ഭക്തജനങ്ങളും പൊങ്കാലയിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ വലിയ നടപ്പുരയിലെ വേദിയിൽ കാവിൽ ശ്രീ ഉണ്ണികൃഷ്ണ വാര്യരും ശിഷ്യരും അവതരിപ്പിച്ച സോപാന സംഗീതവും മാർഗി മധു ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്തും അരങ്ങേറി. വൈകുന്നേരം 7 മണിക്ക് മന്ത്രഭജൻസ് അവതരിപ്പിച്ച ഭജൻ സന്ധ്യയും ഉണ്ടായിരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കരാറുകാരൻ സതീശൻ അന്തരിച്ചു. 46 വയസ്സായിരുന്നു. അപകടത്തിൽ 90% പൊള്ളലേറ്റ സതീശൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 15ആയി. തൃശൂർ പൂരത്തിന് 2011 മുതൽ തിരുവമ്പാടിയുടെ കരാറുകാരനാണ് സതീശൻ. പരിചയസമ്പന്നനായ വെടിക്കെട്ട് വിദഗ്ധനാണ് ഇയാൾ. 2024 തൃശൂർ പൂരത്തിലെ ആദ്യ സൗഹൃദ വെടിക്കെട്ടൊരുക്കിയത് സതീശനായിരുന്നു. പാറമേക്കാവിനും തിരുവമ്പാടിക്കും അന്ന് വെടിക്കെട്ടൊരുക്കി. പിതാവ് മണിപ്പാപ്പന്റെ പാത പിന്തുടർന്നാണ് സതീശൻ വെടിക്കെട്ട് രംഗത്തേക്ക് വന്നത്. വർഷങ്ങളായി തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസിയായിരുന്നു. അച്ഛന്റെ മരണത്തെ തുടർന്നാണ് സതീശൻ വെടിക്കെട്ട് നടത്തിപ്പ് ഏറ്റെടുത്തത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണലി രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിളക്കുകളും പൂജാപാത്രങ്ങളും ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. വെള്ളിയാഴ്ച പുലർച്ചെ നട തുറക്കാൻ ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 5 വലിയ വിളക്കുകൾ, 5 ഉരുളികൾ, പൂജാ സെറ്റ്, വിവിധതരം പൂജാപാത്രങ്ങൾ എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്നാൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടിട്ടില്ല. ക്ഷേത്രം ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നതെന്ന് കണ്ടെത്തി. സംഭവത്തിൽ ദേവസ്വം ഓഫീസർ അനിൽകുമാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച് പരിശോധന നടത്തി. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ദിവ്യകാരുണ്യ നിത്യാരാധന കപ്പേളയുടെ ആശീർവാദ കർമ്മം ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് വിളക്കനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ തണ്ടിയേക്കൽ, ഇടവകയിലെ വൈദികരായ ഫാദർ ജെൻസൺ ചന്ദ്രാപ്പിനി, ഫാദർ അനൂപ് പാട്ടത്തിൽ, ഫാദർ ഷെനിൽ കറമ്പൻ, ഫാദർ ബെൽഫിൻ കോപ്പുള്ളി എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ ബെന്നി വെള്ളച്ചാലിൽ, ആൻഡ്രു ആട്ടോക്കാരൻ, തോമസ് വെള്ളിയാംതറത്തിൽ, ബേബി കണ്ണമ്പിള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് നൈജോ ആൻഡ്രു വാസുപുരത്തുകാരൻ, കൺവീനർ ബേബി വലിയകണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് മാർ പോളി കണ്ണൂക്കാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 2027 ജനുവരിയിലെ അമ്പു തിരുനാളിന് ഒരുക്കമായുള്ള പ്രസുതേന്തി വാഴ്ചയും വിശുദ്ധ കുർബാനയും ഉണ്ടായി. നിരോധിത വലകൾ ഉപയോഗിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് മെറൈൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. നിരോധിത വലകൾ ഉപയോഗിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. 17 സെന്റിമീറ്ററിൽ താഴെയുള്ള 4200 കിലോ ഉലുവാച്ചി ഇനത്തിൽപ്പെട്ട മത്സ്യം ബോട്ടിലുണ്ടായിരുന്നു. എറണാകുളത്തെ ആമ്പല്ലൂർ കാഞ്ഞിരമറ്റം ദേശത്ത് കാത്തുള്ളിപ്പറമ്പിൽ രാകേഷിന്റെ IRR 3 ബോട്ടാണ് പിടിച്ചെടുത്തത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. ഉപയോഗയോഗ്യമായ മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പരസ്യലേലം ചെയ്ത് 2,74,950 രൂപ ട്രഷറിയിൽ അടച്ചു. മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത ഉലുവാച്ചി മത്സ്യം ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ പുറം കടലിൽ ഒഴുക്കി. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. ചേറ്റുവ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രുതിമോൾ, മെറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, VM ഷൈബു, മെക്കാനിക്കുമാരായ KK കൃഷ്ണകുമാർ, മനോജ്,
സി റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ പ്രസാദ്, കൃഷ്ണപ്രസാദ്, നിജീഷ്, നിഷാദ് എന്നിവർ പ്രത്യേക പെട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നു. ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ വരും ദിവസങ്ങളിലും സ്വീകരിക്കുമെന്നും എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,020 രൂപ, പവന് 1,12,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടാലിയിൽ പാമ്പുകടിയേറ്റ സഹോദരങ്ങളുടെ വീട്ടിൽ വനം വകുപ്പിന്റെ സർപ്പ ടീം പരിശോധന നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിൽ LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. തൃശൂർ മുട്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കരാറുകാരൻ സതീശൻ മരിച്ചു. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.